നമ്മളൊക്കെ സോഷ്യൽ മീഡിയയുമായിട്ട് ധാരാളം ബന്ധമുള്ളവരാണ്. ഓരോരോ കാഴ്ചകൾ ഇതിൻ്റെ അകത്തുകൂടി നമ്മൾ കാണാറുണ്ട്. ചില കാഴ്ചകൾ നമ്മളുടെ മനസ്സിനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കും. അതുപോലെ തന്നെ ചില കാഴ്ചകൾ നമ്മളുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കും. നമ്മുടെ മനസ്സിനെ ഈ അടുത്ത സമയത്ത് വേദനിപ്പിച്ച ഒരു വല്ലാത്ത സംഭവമാണ് ഉംറയ്ക്ക് വേണ്ടി പോയ ഒരു കൂട്ടം യാത്രക്കാർ ബസ്സിൻ്റെ അകത്തിരുന്ന് കത്തിയമരുന്ന രംഗം. വല്ലാണ്ട് വേദനിച്ചില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഒന്നും കൂടി കണ്ടു നോക്ക്. യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അവരറിയുന്നുണ്ടോ, ഞാനിതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്താതെ ഇടക്ക് വെച്ച് എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുമെന്നവരറിഞ്ഞിട്ടില്ല. എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി നാട്ടിലേക്ക് വരണമെന്നും എല്ലാവരെയും കാണണമെന്നും വീണ്ടും ആ കുടുംബജീവിതം പുലർത്തണമെന്നുമൊക്കെ കരുതിയവരല്ലേ. ചെറിയവരും പ്രായമുള്ളവരുമൊക്കെയുണ്ട്. 40, 41, 42 പേരടങ്ങുന്ന ഒരു സംഘം ആളുകളല്ലേ ഒരു നിമിഷം കൊണ്ട് കത്തിയമർന്നത്. ഇത്തരം ന്യൂസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴെങ്കിലും പടച്ചവനെ, നീ തന്ന ആയുസ് എങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇനി മുതൽ കൊണ്ടുപോകും എന്ന് പ്രതിജ്ഞയെടുത്ത് എത്രയാളുകൾ എൻ്റെ ശ്രോതാക്കളിലുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. മക്കളെ യാത്രകളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നല്ല പറഞ്ഞു വിടേണ്ടത്. ചൊല്ലേണ്ടത് ചൊല്ലി ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതെങ്കിലും ചൊല്ലിയിട്ട് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എത്ര ശ്രോതാക്കൾ എൻ്റെ അടുത്തുണ്ട്? നിങ്ങൾ ചിന്തിക്കണം. യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് നല്ലതാണ്, കാവലാണ്, തീരുന്നില്ല. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ. ഇതൊക്കെ നിങ്ങൾ ചൊല്ലണം. അവസാനം ഞാൻ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിലിമ ഔ ഉളിലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം തുടങ്ങിയ ദിക്റുകളെങ്കിലും നമ്മളൊന്ന് ചേർത്ത് വെച്ചൊരു യാത്ര ചെയ്യും. ഇതുപോലെയുള്ള സങ്കടകരമായ യാത്രകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളുടെ ചുറ്റുഭാഗങ്ങളിലുള്ള യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഇത്തരം ദുആകളൊക്കെ എത്തിച്ച് അവരുടെ മനസ്സിലേക്കും ഇതിൻ്റെ ആഴം നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നല്ല യാത്ര എപ്പോഴും നമ്മൾക്കുണ്ടാവും. ഇതുപോലെയുള്ള നിയ്യത്തും ദുആകളും ചേർത്ത് വെക്കണം. നമ്മൾ പടച്ചവനെ മറന്ന് അതിരുവിട്ടൊന്നും ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.